നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥിന് സമീപമുണ്ടായ ഹിമപാതത്തിൽ 57-ലധികം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 10 പേരെ ഇതിനോടകം രക്ഷപ്പെടുത്തി. കാലാവസ്ഥ വളരെ മോശമായതിനാൽ തന്നെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതീവ ദുഷ്കരമാണ്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വകാര്യ കരാറുകാരന്റെ കീഴിൽ റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയെന്ന തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്ന ബദ്രിനാഥിലെ മന ഗ്രാമത്തിന് സമീപമാണ് ഹിമപാതമുണ്ടായത്. 47 തൊഴിലാളികൾ ഇപ്പോഴും മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 57-ലധികം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ടുള്ള എണ്ണമല്ല, ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഏകദേശം 10 പേരെ മാത്രമാണ് സുരക്ഷിതമായി രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്. ചിലർ ഹിമപാതത്തിനിടെ സ്വയം രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും BROയുടെയും സംഘങ്ങൾ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ITBPയും ഗർവാൾ സ്കൗട്ടുകളും നാട്ടുകാരോടൊപ്പം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇവരിൽ 10 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഗുരുതരാവസ്ഥയിലുള്ളവരെ മനയ്ക്ക് സമീപമുള്ള സൈനിക ക്യാമ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് പോലീസ് ആസ്ഥാനത്തെ വക്താവ് IG നിലേഷ് അടക്കം അവിടെ കാര്യങ്ങൾ വിശദമായി അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 3-4 ആംബുലൻസുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും BRO എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കനത്ത മഞ്ഞുവീഴ്ച കാരണം രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. 65 പേരടങ്ങുന്ന സംഘമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവരും സംഘത്തിലുണ്ട്. സംഭവത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും പ്രതികരിച്ചിട്ടുണ്ട്. ഹിമപാതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും സുരക്ഷയ്ക്കായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുള്ളത്. ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള നിരവധി മലയോര മേഖലകളിൽ ഇന്ന് രാത്രി വളരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് റോഡുകളിൽ വെള്ളപ്പൊക്കം, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടങ്ങിയവയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പിലുണ്ടായിരുന്നു. റോഡുകളിൽ വീണുകിടക്കുന്ന മഞ്ഞ് നീക്കം ചെയ്യുന്നതിനായി സ്നോ കട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഉത്തരാഖണ്ഡ് പോലീസ് ഡയറക്ടർ ജനറൽ അറിയിച്ചിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആംബുലൻസുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം രക്ഷാസംഘത്തിന് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും അറിയിച്ചു. ശക്തമായ മഴയും മഞ്ഞും പെയ്യുന്നതിനാൽ ഹെലികോപ്റ്റർ സർവീസുകൾക്കും തടസ്സമുണ്ട്. കാലാവസ്ഥയിൽ ഡ്രോൺ പ്രവർത്തനങ്ങളും അസാധ്യമാണെന്ന് SDRF ഇൻസ്പെക്ടർ അടക്കം അറിയിച്ചിട്ടുണ്ട്. 57 തൊഴിലാളികൾ ഹിമപാതത്തിൽ കുടുങ്ങിയതായും അതിൽ 10-ലധികം തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നതിനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞുവെന്നും എല്ലാവരെയും എത്ര വേഗം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്.